അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്റെ ഒക്കെ ചെറുപ്പത്തില് ഞാൻ എന്റെ 10-40 മുമ്പുള്ള കാര്യം. ഇത്ര സമയം കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഇതിലേക്ക് വന്നിരിക്കാനാണ് ആ ധൈര്യം. ഞങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞങ്ങൾ ഒന്നില്ല വിളിച്ചിട്ട് പ്രൊഡ്യൂസർ കൊടുക്കുന്ന പൈസ ഉണ്ട്, ലോണ്ടറി, വാഷിംഗ്, ബാറ്റ. അപ്പൊ അതൊക്കെ നമ്മൾ ലാഭിച്ചു കൊടുക്കല്ലേ. ഓ, അപ്പൊ പ്രൊഡ്യൂസർ നോക്കുമ്പോ ധ്യാൻ ചേട്ടന്റെ ചുറ്റും ഒരു ഓറ, ഒരു വലയം. തുണി അലക്കണ്ട, തുണി അലക്കണ്ട, സ്വന്തം വണ്ടിയിൽ വരുമ്പോ ഞാൻ ലാഭേഷ്. എല്ലാം കൊണ്ട് ലാഭമാണ്. അതെ 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 അല്ലേ? പടം തിയേറ്ററിൽ വലിയ ലാഭമില്ല. കോമഡി സ്റ്റാർസില് ഞങ്ങൾ നെയ്ബേഴ്സാണ്. ഞങ്ങളൊരു 10-12 കിലോമീറ്ററിന്റെ ഡിഫറൻറ്റേ ഉള്ളൂ. ഓ, അത്ര കിലോമീറ്റർ ഡിഫറെന്റ് നെയ്ബേഴ്സ് അല്ലേ? ഞാനും ഇവരും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 150 കിലോമീറ്ററിന്റെ നെയ്ബേഴ്സാണ്. ഓക്കെ, കൂടുതൽ പോസസീവ് ആരാണ്? അത് ഞാൻ അടി ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും അങ്ങനെ ഒരു പൊസസീവ്നെസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരുത്തന്നെ ഇറങ്ങി പോയാലും പോട്ടെന്ന് നോക്കില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് ഇനി ഇത് ഇടക്കിടക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അറിയില്ല ഇത്. ഞാൻ മാമന്റെ കൂടെ അസിസ്റ്റ് ചെയ്ത സമയത്ത് അനൂപേട്ടനായിരുന്നു ആ പടത്തിലെ നായകൻ. ഓ, ഏത് പടമായിരുന്നു? 916. ഓ, അപ്പൊ ആദ്യത്തെ ഹീറോ ആണ്. അപ്പൊ ഈ ഹീറോനെ വെച്ച് ഇനി ഒന്നും കൂടെ പിടിക്കാൻ പോവുകയാണ്. പിടിക്കും ഞാൻ. നല്ല TRP ആയിരിക്കും. ഏതായാലും ഇത്രയും പറഞ്ഞല്ലേ. അയ്യോ, ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലല്ലല്ലോ പോയത്. ഇത് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീരീസ് ആയത് അജൂർഗീസിന്റെ ബിറ്റ് ഉണ്ടോന്ന് ഇല്ല. ഓക്കെ ഗൈസ്, നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. വ്യതിചലിച്ചു. വാഴ 1 താങ്കൾക്കൊരു കിടിലൻ ക്യാരക്ടർ, വാഴ 2 അത് മതി. വിളിക്കാത്തോണ്ടാണോ അതോ? വാഴ 2 വിളിച്ചില്ല. 3 ദിവസമായിട്ട് ഉറങ്ങിയിട്ട്. സത്യം 3 ദിവസമായി ഉറങ്ങുന്നത് കൊണ്ട് ഉള്ള ടെൻഷനാണ്. പിന്നെ എനിക്കിതല്ലാതെ ഒരു ഇൻസോംനിയയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് പോലെ ഉണ്ട്. എനിക്ക് ഉറങ്ങാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് ഇതല്ലാതെ തന്നെ. അപ്പൊ എനിക്ക് എന്റെ പെർട്ടിക്കുലർ ഉറങ്ങാൻ കഴിയാത്തതാണ് ആ അസുഖം. ഉറങ്ങാൻ പറ്റില്ല. മാധവിന്റെ ഒരു നൈറ്റ് മെയർ എന്താണ്? നൈറ്റ് മെയർ ഉറക്കമില്ലാത്ത അസുഖമാണ് അവന്. എനിക്കറിയില്ല. You had many scenes with Unni, no? No, I had many scenes with him. Any negative about this boy? തൃശ്ശൂർ ഭാഷയിൽ പറയാം. മാ എന്ന അക്ഷരം വെച്ച് മാത്രം സംസാരിക്കുക. പ്രശാന്ത് കിഷോറിനെ അറിയാം. ഇല്ല. വാഴ 2 എന്തെങ്കിലും വാഴ 2 ഒരു അച്ഛൻ എന്ന് പറയുമ്പോ അച്ഛന്മാരുടെ കഥ പറയണമെങ്കിൽ മക്കളുടെ കഥ പറയണം. ഇത്തവണ പറയുന്ന മക്കളുടെ കഥ ഞങ്ങളുടെ മക്കളുടെ കഥയല്ല, വേറെ മക്കളുടെ കഥയാണ്. ഞങ്ങളുടെ മക്കൾ വേറെയാണ്. ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ടു. പടത്തിലില്ല. നമുക്കിനി ക്ലാസ് റൂം ഒന്ന് കാണാം. ഇവിടെ ക്ലാസ് റൂം ഉണ്ട്, എഡിറ്റ് ആൻഡ് ഗ്രാഫിക്സ് ലാബ്, ലെക്ചർ ഹാൾ, എല്ലാം നല്ല ഗംഭീരമായി. ആഹാ, നല്ല തണുപ്പ്. ഇത്രയും വേണ്ടിയിരുന്നില്ലേ? ചൂടൻ വിഷയം പഠിപ്പിക്കുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ നല്ലതാണല്ലോ. അതെ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അല്ലേ? ചൂടൻ വിഷയം പഠിപ്പിക്കാറോടെ വരാറില്ല. പുതിയതായിട്ട് വരുന്നൊക്കെ അങ്ങനെ. പക്ഷെ ഇയാൾ നല്ല ഫ്ലേട്ടിയാണ്. ഇതെന്തിനാ അവനെ നോക്കണം ഫ്ലേട്ടി ഇല്ല. എന്നിട്ട് ഇയാൾക്ക് ഭാര്യയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഫ്ലേട്ട് ചെയ്യണം.
ഭാര്യ അടുത്ത് ഫ്ലഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് ഭാര്യ ഇല്ലല്ലോ. ആർക്കും ഭാര്യയും കൂടി വേണം. ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ധ്യാനേട്ടന്റെ ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇറങ്ങി അല്ലേ? ഒരുപാട് പടങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തി. എന്നാലും ഇമ്പ്രൂവ്മെന്റാ, നല്ല മാറ്റമുണ്ട്. അല്ല ഞാൻ വിലയിരുത്താനല്ല. വേറെ എന്തൊക്കെ തരും അമ്മ? അമ്മയോട് ചോദിച്ചിട്ടേ തരത്തുള്ളൂ അല്ലേ? അമ്മ സമ്മതിക്കോ? സമ്മതിക്കും. ഓക്കെ, അമ്മ തരും. ഓക്കെ, ഇല്ലടാ, എന്റെ കയ്യിലൊന്നും ഇല്ല. ചേച്ചി മേക്കപ്പ് ഒന്നും ഇടാറില്ല. പിന്നെ ഇവിടെ അതൊക്കെ ജന്മനാ. ചേച്ചി മേക്കപ്പ് ഒന്നും ഇടാറില്ല. ഇദ്ദേഹം ചെയ്യുന്ന പ്രോസസ് ഡിസൈനിങ്, എന്നോടൊപ്പം ആക്ടിങ്. ഇപ്പം ഹോട്ടൽ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു, ബിരിയാണി. അപ്പൊ നമ്മള് ചിലപ്പോ 3 പേരും ഹോട്ടൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഹോട്ടൽ ബിസിനസ് ഇന്നിപ്പോ പോയിട്ട് ഞാൻ നല്ലൊരു ഷെഫും കൂടെ അല്ലേ? അല്ല, അവനെ ഉണ്ടാക്കാൻ പറ്റൂല, കഴിക്കാൻ. അല്ല, ധ്യാന്റെ റിട്ടയർമെന്റ് പ്ലാൻ തന്നെ ഒരു ഷെഫ് ആവുന്നല്ലേ? ഇപ്പൊ അടുത്ത് റിട്ടയർ ആവും. ഇങ്ങനെയല്ല വിനീതേട്ടൻ ഞങ്ങൾ അടുത്ത് പറഞ്ഞത്. ഇതിനൊരു മോഡുലേഷൻ ഉണ്ടായിരുന്നു, ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു. അത് വിനീതേട്ടൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. കൃത്യമായിട്ടുണ്ട്. ഇത് ഇത് ഇങ്ങനെ ഭയങ്കര ഇവൻ പറഞ്ഞ ഒരു ഒറ്റ വരിയിലല്ല. കമന്റ് ബിലോ. എനിക്ക് തോന്നുന്നു എന്താറിയോ, ശ്രീനിവാസൻ സാറിന്റെ എന്താ പറയുന്ന ആ വിറ്റ്നസ് ഉണ്ടല്ലോ, ആ സാധനം ഭയങ്കരമായിട്ട് അയ്യോ മറ്റേ ടൈറ്റാനിക് ആണ്. അയ്യോ കപ്പല് മുങ്ങാൻ പോകുന്നു, ഓടിച്ചല്ലോ. അയ്യോ ഐസ് കെട്ടാ, ഓടിച്ചല്ലോ. അയ്യോ ഷൈൻ ടോം വന്നിട്ടുണ്ട്, ഇന്റർവ്യൂവിന് അടിപൊളിയായിട്ടുണ്ട്. വേഗം ബില്ല് റോസ്, വേഗം ആരുമില്ല സമയമാണ്. കാറിൽ കയറി ആ സിനിമ നന്നായി ഓടിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന അടുത്ത സിനിമയിലേക്കും പണം മുടക്കി അങ്ങ് ഇറങ്ങുക, എന്നിട്ട് ഇവരെയൊക്കെ വെച്ച് അഭിനയിപ്പിക്കുക, ഷാനൊരു റോള് കൊടുക്കുക കേട്ടോ. അതിനാ ഒരു സ്ട്രോങ് അല്ല. ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ഞാൻ സ്ട്രോങ് ആയിട്ടാ ചിരിച്ചേ.